AICC സെക്രട്ടറിയും UDF സ്ഥാനാർത്ഥിയുമായ TN പ്രതാപന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉജ്ജ്വല തുടക്കം. വർഷങ്ങൾക്ക് മുൻപ് മുതിർന്ന നേതാവ് VM സുധീരന്റെ തെരഞ്ഞെടുപ്പിനായി സ്വയം എഴുതിയ കവിത ന്യൂസ് മലയാളത്തോട് ചൊല്ലിക്കേൾപ്പിച്ചാണ് പ്രതാപൻ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങിയത്. എതിരാളികൾ എത്ര കരുത്തരാണെങ്കിലും 10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന കാര്യം ഉറപ്പാണെന്ന് TN പ്രതാപൻ പറയുന്നു. ലെവിൻ കെ വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മണലൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്നതിന് മുൻപ് മണ്ഡലത്തിന്റെ പ്രതിനിധിയാകാൻ അല്ലെങ്കിൽ ജനപ്രതിനിധിയാകാൻ ഒരുങ്ങിയ ആളാണ് TN പ്രതാപൻ. അദ്ദേഹം ഇവിടെ തന്നെ മത്സരിക്കുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിരുന്നു. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്നു. പ്രതാപൻ ചേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നു. അടിപൊളിയായിട്ട് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ നാടുമായി വലിയ ബന്ധമുള്ള ആളാണ്. നാട്ടിക ശ്രീനാരായണ കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ശ്രീ VM സുധീരൻ മണലൂരിൽ നിയമസഭയിൽ മത്സരിക്കുന്ന ആളാണ്. അന്ന് VMന് ആദ്യത്തെ മത്സരം. ഞാനന്ന് എൻ്റെ അന്നത്തെ KSU നേതാവായ KK രാധാകൃഷ്ണനോടൊപ്പം മണലൂരിലേക്ക് വന്നത് ഓർമ്മയുണ്ട്. പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയെന്ന് ആലോചിക്കണം. ഏഴിതൾ ചാർത്തിയ അശ്വരഥത്തിൽ ഏഴകൾ തന്നോട് രക്ഷകനായി ഇതിലെ വരുന്നു ധീരസുധീരൻ സിന്ദാബ VM സുധീരൻ സിന്ദാബ എന്ന് പറഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയെ ഞാൻ എഴുതിയ വരികൾ അന്ന് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടി അതിനൊരു ട്യൂൺ നൽകി ഒരു ഹാർമോണിയപ്പെട്ടിയും തബലയുമായി KK രാധാകൃഷ്ണൻ ഞാനും ഞങ്ങളൊക്കെ ഉൾപ്പെടെ ഈ മണലൂരിന്റെ ഓരോ മുക്കിലും മൂലയിലും ഇങ്ങനെ പാടി നടന്ന ഒരു കാലം മുതൽ അന്ന് ഞാൻ എഴുതിയ വരികൾ ഏഴിതൾ ചാർത്തിയ അശ്വരഥത്തിൽ ഏഴകൾ തന്നോട് രക്ഷകനായി ഇതിലെ വരുന്നു ധീരസുധീരൻ സിന്ദാബ VM സുധീരൻ സിന്ദാബ. പരാജയം അറിയാത്ത പ്രതാപേട്ടന് ഇത്തവണ അതിശക്തരായിട്ടുള്ള രണ്ട് എതിരാളികളാണുള്ളത്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനീഷ് കുമാറും മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥും. പോരാട്ടം ശക്തമാകുമെന്ന് ഉറപ്പാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് കോട്ടയം എന്നറിയപ്പെടുന്ന സഖാവ് സാക്ഷാൽ രക്തസാക്ഷി സർദാർ ഗോപാലകൃഷ്ണന്റെ മണ്ണിൽ നാട്ടികയിൽ 2001 25 കൊല്ലം മുമ്പ് ഞാൻ മത്സരിക്കുമ്പോൾ ഒരു കുഞ്ഞുകുട്ടിയാണ്. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. ഞാനന്ന് 11,000-ൽ പരം വോട്ടിനാണ് അന്നത്തെ കൃഷിമന്ത്രിയായ കൃഷ്ണൻ കണിയാമറമലിനെ നാട്ടികയിൽ അന്ന് പരാജയപ്പെടുത്തിയത്. മത്സരത്തിൽ 100%. ഒരു കാലത്ത് കോൺഗ്രസിന്റെ കോട്ടയായിരുന്നെങ്കിലും മണലൂർ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളുടെ മണ്ണാണ്. ഇത് കോൺഗ്രസിന്റെ മണ്ണ, UDFന്റെ മണ്ണ, മതനിരപേക്ഷതയുടെ മണ്ണ. ആ മണ്ണിൽ കഴിഞ്ഞൊരു 10 വർഷമായി ആ മണ്ണിൽ ഒരല്പം ചെറിയ ഒരു ഇളക്കുണ്ടായി. ആ മണ്ണിനെ ഞങ്ങൾ UDFന്റെ പക്ഷത്ത് കോൺഗ്രസിന്റെ പക്ഷത്ത് ഉറച്ചു നിർത്തുകയാണ്. തൃശ്ശൂർ ജില്ലയിൽ യാതൊരു സംശയം വേണ്ട. 8+ എഴുതി വെച്ചു. നമ്മൾ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഒന്നുമില്ല. അതൊക്കെ ഞങ്ങള് പണ്ട് ലീഡറും AK ആന്റണിയും ഉള്ള കാലത്ത് ഓർമ്മയില്ലേ? എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ കളത്തിലിറങ്ങിയാൽ ഞങ്ങൾക്ക് പിന്നെ അവിടെ കോൺഗ്രസ്സുകാർക്ക് കളത്തിലിറങ്ങിയാൽ വേറൊന്നും. കളത്തിലിറങ്ങുന്നവരെ ഞങ്ങളിൽ ആശയം പങ്കുവെക്കണ്ടേ? മണലൂരിൽ എത്ര മാത്രം ഭൂരിപക്ഷത്തിലായിരിക്കും? നോ ഡൗട്ട്സ് 10+, 100% ഉറപ്പ്. മണലൂരിൽ 10+ ഭൂരിപക്ഷം ഉണ്ടാവും. അപ്പോൾ ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് TN പ്രതാപൻ. അദ്ദേഹം പ്രചാരണത്തിന് ഔദ്യോഗിക തുടക്കം ഇട്ടുകഴിഞ്ഞു. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.